മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിനെ ആട്ടി ഓടിക്കുന്നുണ്ട് മുറിയിൽ നിന്ന്. അതിനുശേഷം വൈജയന്തിക്ക് വല്ലാത്ത വിഷമൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ മാറിയത്? എന്തായാലും അലീന വന്നതുകൊണ്ടായിരിക്കില്ലല്ലോ, കാരണം അലീന വന്നപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നതല്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകണോ, ചോദിക്കണോ, മിണ്ടണോ, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വൈജയന്തിക്ക്. വൈജയന്തി പതുക്കനെ മുകളിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ മനസ്സ് വരുന്നില്ല വഴക്കുണ്ടാക്കാൻ. അതുകൊണ്ട് തിരിച്ചിറങ്ങി വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അലീനാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പരാതി പറയുന്നു. കൃഷ്ണമോൾ പോലും എന്നോട് മിണ്ടണില്ല, കൃഷ്ണമോൾക്ക് പോലും എന്നെ ഇഷ്ടമില്ലാണ്ടായി, എന്നെ ആർക്കും വേണ്ട, പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിൽക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല പെണ്ണ, അതൊക്കെ ശരിയാവും. ബാലചന്ദ്രന് വൈജയോട് ഇത്രയ്ക്ക് വെറുപ്പ് തോന്നാൻ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കൂല. എന്തായാലും മുത്തശ്ശിയുടെ മകൻ പറഞ്ഞതല്ലേ, ആയ കാലത്ത് നീ മതിച്ച് ഉല്ലസിച്ച് നടന്നൊക്കെ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. കവളത്തടിക്കുന്നതൊക്കെ മേഡം നിന്ന് കൊണ്ടല്ലോ, തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മുത്തശ്ശിക്കും അറിയാം അരുതാത്തത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എനിക്കും ചില ഉൾവിളികളൊക്കെ ഉണ്ടെന്ന് അലീനയും പറയും. പിന്നീടാണ് നമ്മുടെ രേവതിക്കുട്ടി ജോമോൻ ചേട്ടൻ്റെ, അതായത് ജോമോൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജോമോൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ പ്രസവിച്ച സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നാൻസി ചേച്ചിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അടുത്ത ഡീറ്റെയിൽസുകളൊക്കെ എത്രയും പെട്ടെന്ന് അറിയാമെന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രമോ ഭാഗമാണ്. പ്രമോയിൽ അതിനു മുന്നേ തന്നെ ബാലചന്ദ്രന് മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന സമയത്ത് അലീനോട് അവിടെ ഇരിക്കും, നമുക്ക് സ്നേഹനികേതനത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അതൊക്കെ അടച്ചു പൂട്ടിയില്ലേന്ന് ചോദിക്കും. അത് പൂട്ടി, നീ അവിടെ നിന്ന് സംസാരിക്കില്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമെന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ എന്ന് പറയുന്നത്, അതായത് ബ്രിജിത്താമ്മയും കുഞ്ഞിരാമ മേനോനും എന്താണ് കമ്പനി, എങ്ങനെ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ അലീന ആകെ ഞെട്ടുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ എല്ലാ സത്യം അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും തൻ്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയും, മുത്തശ്ശൻ അങ്ങനെ അയാൾ എങ്ങനെയാണ് അലീനയുടെ മുത്തശ്ശനാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെയും മേഡത്തിൻ്റെയും പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്യുന്നുറപ്പം, നിനക്കതിന് കഴിയുമോ, നീ ആരാ, നീ എന്ത് ബന്ധം ഇവിടെ ഉള്ളത്, നിനക്ക് ഈ വീട്ടുകാരായിട്ട് എന്ത് ബന്ധമുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അതിന് മറുപടിയൊന്നും പറയില്ലെങ്കിലും എന്തായാലും അലീന അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ അലീനയുടെ കവളത്ത് തലോടുന്നുണ്ട് നല്ലോണം സ്നേഹത്തോടൊക്കെ. എന്നിട്ട് പറയുന്നത്, നീ എൻ്റെ പെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഒരു വളർത്ത് പക്ഷി അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അതിനെ കാണാം. അത്ര സ്നേഹത്തോടെ അലീനനെ തലോടുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പ്രമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.